യൂറോ വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു 10-15 മീറ്റർ ഡിഫറൻസിൽ ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു പരിപാടി നടക്കുകയാണ്, വിൻറ്റേജ് കിലോ സെയിൽ. എന്ന് വെച്ചാൽ ഒരുപാട് ഡ്രസ്സുകൾ കിലോയ്ക്ക് ആണ് ഇവർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ കിലോയ്ക്ക് 50 യൂറോ വെച്ചാണ് ഇവർ ചാർജ് ചെയ്യുന്നതാണ് നമ്മൾ അറിഞ്ഞത്. പക്ഷേ നമ്മളത് പോകുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ അതിൻ്റെ മുറ്റത്തുള്ളത്. അപ്പോൾ എനിക്ക് കാണിച്ചു തരാനുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇതുണ്ടോ ഈ ബിൽഡിങ്? കണ്ടോ ഈ ഒരു ബിൽഡിങ് കണ്ടോ? അതിനൊരു വലിയ പുകക്കുഴലും സെറ്റപ്പൊക്കെ ഉണ്ട്. ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് പണ്ടത്തെ എന്തോ ഫാക്ടറിയോ എന്തോ സംഭവമാണ്. ഈ പുകക്കുഴലൊക്കെ കാണണമെങ്കിൽ എന്തോ ഒരു ഫാക്ടറി ആയിരിക്കണമല്ലോ. അപ്പം ഇത് വെറുതെ ഇവിടെ അബാൻഡൻഡ് ആയിട്ട് കിടക്കുക. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് വാടകയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നല്ലൊരു റെൻറ്റ് കിട്ടും, പഞ്ചായത്തിനൊരു വരുമാനം കിട്ടും, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് ഒരു വരുമാനം കിട്ടും. നമ്മളുടെ നാട്ടിലും ഇതുപോലെ ഒരുപാട് ബിൽഡിങ്ങുകൾ വേസ്റ്റ് ആയിട്ട് കിടപ്പുണ്ടല്ലേ, ഒത്തിരി. അപ്പോൾ അതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഉപകാരമാണ്. അപ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് കിടക്കുക, അതിൻ്റെ അകത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. എവിടെയാണിത്? ഇത് എവിടെയാണ്? 50 യൂറോ. അടിപൊളി. അൽ കിലോ 50 യൂറോ. അതായത് 1 കിലോയ്ക്ക് 50 യൂറോ. അപ്പോൾ ഒരു ജാക്കറ്റ് വാങ്ങണമെന്ന് വിചാരിച്ചോ, അപ്പം അതിന് 1 കിലോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ 50 രൂപ കൊടുക്കേണ്ടി വരും. അവിടെ ടിക്കറ്റ് ചെക്കിങ് നടക്കുവാണ്. ടിക്കറ്റ് ഉണ്ട്, ഒരാൾക്ക് 3 യൂറോ. മല കയറണുള്ളത് എനിക്ക് മല കയറ്റം അത്ര ഇഷ്ടമില്ല കേട്ടോ. പാട്ടൊക്കെ കേൾക്കണ്ടേ? പഴയതൊക്കെ പുതിയതാണ്. ചോറാണ് ഇതൊന്നും. അയ്യേ, ഇതിനാണോ 3 യൂറോ കൊടുത്തത്? സായിപ്പൊക്കെ ഇത്ര ഏച്ചിയാ? കംപ്ലീറ്റ് സായിപ്പാണല്ലോ. ഇതിനൊക്കെ 1-2 കിലോ ഉണ്ട് കേട്ടോ. ചില ഭാഗ്യാലോ വെള്ളത്തിനെക്കാട്ടി വിലയുണ്ടാവും. സാധനം നല്ലതാണ്. ഇതിൽ യൂസ്ഡ് അല്ലാത്തതും ഉണ്ട്. അതാണ്, എല്ലാം യൂസ്ഡ് അല്ല. ഇതൊക്കെ ഫ്രഷാണ്, ഇതൊക്കെ ഹെവി സാധനം. ഇതൊക്കെ ഒരു ഇതും യൂസ്ഡ് ആണ്, എല്ലാം യൂസ്ഡ് ആണ്, പക്ഷേ ഹെവിയാണ്. യൂസ്ഡാ. അയ്യേ, ഹോട്ടൽ പരിപാടി പോയി വെറുതെ 3 യൂറോ പോയി കിട്ടി. സെക്കൻഡ് ഹാൻഡ് ഈസ് മൈ ഫസ്റ്റ് ഹാൻഡ്.
വിൻറ്റേജ് സെയിൽ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. എന്ന് വെച്ചാൽ 1 കിലോയ്ക്ക് 50 യൂറോ ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഭയങ്കര ഫാഷൻ പരിപാടിയായിരിക്കും, എന്തെങ്കിലും കമ്പനികളുടെ സെക്കൻഡ്സൊക്കെ സെയിൽ ചെയ്യുന്ന സംഭവമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷേ സംഭവം കംപ്ലീറ്റ് ഉൾട്ടായി. സാധനം വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് സെക്കൻഡ് ഹാൻഡ് സെയിലാണ്. പക്ഷെ ഒരുപാട് ആളുകൾ വാങ്ങുന്നുണ്ട് കേട്ടോ. സംഭവം വെറുതെ കളയുന്നതിന് റീയൂസ്ഡ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതിൽ എൻട്രി ഫീസ് ഇവന്മാർ തട്ടിപ്പാണ്, 3 യൂറോ ഒരാൾക്ക്. അത് നമ്മളെ പോയി, ആവശ്യമുണ്ടായിരുന്നില്ല, ഞങ്ങളൊന്നും വാങ്ങില്ല, ജസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നത്. Like, share, subscribe, Euro Vlog.